അവർ സീക്രട്ട് എന്ന ഡ്രാമയുടെ 12ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ബ്രേക്ക് ടൈമിൽ ക്ലാസ്സിലിരുന്ന് ബോർഡിൽ എഴുതിയിരിക്കുന്ന നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഷിയാൻ. സിയയും അടുത്തിരിപ്പുണ്ട്. കണ്ണട ഉണ്ടായിട്ടും ഷിയാന് ബോർഡിൽ എഴുതിയിരിക്കുന്നത് കാണാൻ നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. സിയയ്ക്ക് അത് മനസ്സിലാകുന്നു. അപ്പോഴാണ് ഈ ഞായറാഴ്ച നമുക്ക് ബില്ലിയാർഡ്സ് കളിക്കാൻ പോയാലോ എന്ന് സിയയോട് ചോദിച്ചുകൊണ്ട് ശിഷ്യ എവിടേക്ക് വന്നത്. എന്താണ് പരിപാടി, ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഷാദിയും ഓടി വന്ന് അവിടേക്ക് ഇരിക്കുന്നു. മാത്സ് കോമ്പറ്റീഷൻ എടുത്തു വരുന്നത് കൊണ്ട് വരുന്നോ ഇല്ലയോ എന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് സിയ പറഞ്ഞപ്പോൾ നീയും കൂടി ഞങ്ങൾക്കൊപ്പം വാ എന്ന് ഷാദി ഷിയാനോട് പറയുന്നു. എനിക്ക് ബില്ലിയാർഡ്സ് കളിക്കാൻ അറിയില്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ എനിക്കും അറിയില്ല, അതത്ര വലിയ കാര്യമാണോ, ബാളിനെ ലക്ഷ്യം വെച്ച് കമ്പ് ചുമ്മാ കുത്തിയാൽ പോരെ എന്ന് ഷാദി ചോദിക്കുന്നു. സിയയും ശിഷ്യയും അത് കേട്ട് അവളെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരുന്നില്ല, ആകെ നാണം കെടുമെന്ന് ശിശി പറഞ്ഞപ്പോൾ നിന്റെ കൂടെ വരാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഷാദി അവനോട് വഴക്കിടാൻ ചെല്ലുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പോകാം, ബില്ലിയാർഡ്സ് കളിക്കാൻ ഞാൻ പഠിപ്പിക്കാമെന്ന് സിയ ഷിയാനോട് പറഞ്ഞതിനാൽ വരാമെന്ന് അവൾ സമ്മതിക്കുന്നു. ഷെന്നിനെ കൂടി വിളിച്ചാലൊന്ന് ഷാദി ചോദിച്ചപ്പോൾ അവൻ ബില്ലിയാർഡ്സിൽ പുലിയാണ്, വെറുതെ അവനെ കൂടി വിളിച്ച് നമ്മൾ നാടൻ കിടേണ്ടെന്ന് ശിശി പറയുന്നു. നിനക്ക് നന്നായി കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതിയെന്ന് സിയെ പറയുന്നത് കേട്ടപ്പോൾ അപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതുമായി ഒരു ബന്ധമില്ലാത്തതിനാൽ ഷാദിയും ശിശിയും ഇവൻ എന്താണ് ഈ പറയുന്നതെന്ന മട്ടിൽ അവനെ നോക്കുന്നു. അവരോട് തിരിഞ്ഞിരിക്കാൻ സിയെ ആംഗ്യം കാണിച്ചപ്പോൾ കാര്യം മനസ്സിലായ മട്ടിൽ രണ്ടുപേരും ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞിരിക്കുന്നു. നിനക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോട്ട്സ് ഞാൻ എഴുതി തരാമെന്ന് സിയെ ഷിയാനോട് പറയുന്നു. നിനക്ക് മാത്സ് കോമ്പറ്റീഷനുള്ള പ്രിപ്പറേഷൻസ് നടത്തേണ്ടേ, അതിനിടയിൽ ശ്രദ്ധ തെറ്റിക്കേണ്ട എന്നവൾ പറഞ്ഞപ്പോൾ അത് പ്രശ്നമല്ല, അതൊക്കെ ഞാൻ സമയത്ത് തീർത്തോളാം എന്നവൻ പറയുന്നു. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണട മാറ്റുന്നതിനെക്കുറിച്ച് ഷിയാൻ അമ്മയോട് പറയുന്നു. ചിലപ്പോഴൊക്കെ ബോർഡിൽ എഴുതുന്നത് വായിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, കുറച്ചുകൂടി പവറുള്ള ഗ്ലാസ് വേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നവൾ പറഞ്ഞപ്പോൾ നീ എത്രാമത്തെ റോയിലാണ് ഇരിക്കുന്നതെന്ന് അമ്മ അന്വേഷിക്കുന്നു. 5th റോയിലാണ് എന്നറിഞ്ഞപ്പോൾ ക്ലാസ് ടീച്ചറോട് സംസാരിച്ചിട്ട് മുന്നിലോട്ട് മാറാൻ ശ്രമിക്കുക, ഗ്ലാസിൻ്റെ പവർ കൂട്ടിയാൽ ഭാവിയിൽ അത് ദോഷം ചെയ്യും, പിന്നെ സ്ഥിരമായി കണ്ണട വെക്കേണ്ടി വന്നേക്കാമെന്ന് അമ്മ പറയുന്നു. അച്ഛനും അത് ശരിവെക്കുന്നു. നിനക്ക് ടീച്ചറിനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞപ്പോൾ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന് ഷിയാൻ ചാടിക്കയറി പറയുന്നു. ഇനിയിപ്പോൾ ആർട്സും സയൻസും കൂടി തിരിക്കാൻ പോവുകയല്ലേ, നീ ആർട്സ് ക്ലാസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് മുന്നിലെ നിരയിൽ ഇരിക്കാമല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ചിലപ്പോൾ സയൻസ് ആയിരിക്കും എടുക്കുന്നതെന്ന് ഷിയാൻ പറയുന്നു. അച്ഛനും അമ്മയും അവളെന്താ പറയാൻ പാടില്ലാത്ത പറഞ്ഞ രീതിയിൽ ഒരുപോലെ അവളെ നോക്കുന്നു. നീ ഒരു പെൺകുട്ടിയല്ലേ, നീ എങ്ങനെ സയൻസ് പഠിക്കാനാണ് എന്ന് അമ്മ ചോദിച്ചപ്പോൾ പെൺകുട്ടികൾ സയൻസ് പഠിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ഷിയാൻ ചോദിക്കുന്നു. തെറ്റുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ പെൺകുട്ടികൾക്ക് സാധാരണ പഠിക്കാൻ എളുപ്പം ആർട്സ് അല്ലേ, നിന്റെ പഠിത്തത്തിൽ ഇപ്പോൾ ചെറിയ പ്രോഗ്രസ് ഉണ്ടെന്ന് കരുതി സയൻസ് എളുപ്പമായിരിക്കുമെന്ന് നീ കരുതരുത്, ചെറിയ ക്ലാസ്സിലെ സയൻസ് അല്ലേ ഇനി പഠിക്കാനുള്ളത്, വളരെ ബുദ്ധിമുട്ടാണ് എന്ന് അമ്മ പറയുന്നു. ഷിയാൻ എതിർത്തെന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും മതി, ഇനിയൊന്നും പറയണ്ട, നിന്റെ കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ആർട്സ് തന്നെ തിരഞ്ഞെടുത്താൽ മതിയെന്ന് അമ്മ തീർത്തു പറയുന്നു. അതെങ്ങനെ ശരിയാകും, ഇതെന്റെ കാര്യമല്ലേ, ഞാൻ എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ നല്ല ചോയ്സ് ഏതാണെന്ന് നിനക്കിപ്പോൾ അറിയാൻ കഴിയില്ല, നിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, മാത്രമല്ല ആർട്സ് ആകുമ്പോൾ അച്ഛന് നിന്നെ പഠിക്കാൻ സഹായിക്കാനും കഴിയും, നിനക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷനും കിട്ടിയേക്കും, അതുകൊണ്ട് വെറുതെ തർക്കിക്കാതെ പറയുന്നതനുസരിക്കാൻ നോക്കാൻ അമ്മ പറയുന്നു. അമ്മയോട് തൽക്കാലം സംഭാഷണം മതിയാക്കാൻ അച്ഛൻ പറയുന്നു. ഇതൊരു വലിയ കാര്യമാണ്, നമുക്കിതിനെക്കുറിച്ച് നന്നായി ആലോചിച്ചൊരു തീരുമാനമെടുക്കാം, ഇപ്പോൾ വെറുതെ വഴക്കുണ്ടാക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. അമ്മയോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കരുത് എന്ന് അദ്ദേഹം ഷിയാനെയും ഉപദേശിക്കുന്നു. എനിക്ക് മതി എന്ന് പറഞ്ഞവൾ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോകുന്നു. കുട്ടികളെ ഇങ്ങനെയല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്ന് അച്ഛൻ അമ്മയോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം അവൾക്ക് മനസ്സിലായല്ലോ, കണ്ടില്ലേ കഴിച്ചുകൊണ്ടിരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയത് എന്ന് പറഞ്ഞ അമ്മ അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നു. ഷിയാൻ മുറിയിലിരുന്ന് അവർ പറയുന്നത് കേട്ട് ആകെ അസ്വസ്ഥയാകുന്നുണ്ടായിരുന്നു. അവൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഷാദി ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചിട്ട് വേഗം ഓൺലൈനിൽ വരാൻ മെസ്സേജ് അയച്ചിരിക്കുന്നത് കാണുന്നു. അവൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ഓൺലൈൻ ചെല്ലുന്നുണ്ട്. ഷാദിയും ശിശിയും എല്ലാം ഓൺലൈനിൽ തന്നെ ഉണ്ടായിരുന്നു. ഫോൺ മാറ്റി വെച്ചിട്ട് ഹോംവർക്ക് ചെയ്യാൻ സിയെ ഉടൻ തന്നെ അവർക്ക് മെസ്സേജ് അയക്കുന്നു. അത് വായിച്ച് ഫോൺ മാറ്റി വെക്കാൻ തുടങ്ങുമ്പോഴാണ് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം അവൾ കേട്ടത്. പെട്ടെന്ന് അവൾ ഫോൺ എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. അച്ഛനായിരുന്നു മുറിയിലേക്ക് വന്നത്. നീ ഫോൺ വേണമെന്ന് പറഞ്ഞൊന്ന് അമ്മ കുറച്ച് ദിവസം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, ഇത് ഞങ്ങൾ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ഫോൺ മേശപ്പുറത്തേക്ക് വെക്കുന്നു. അത് കണ്ടപ്പോൾ ഷിയാൻ പെട്ടെന്ന് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട്. അവൾ അച്ഛനോട് സോറി പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് കള്ളം പറയേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഫോൺ എടുത്ത് അച്ഛനെ കാണിക്കുന്നു. ഇത് സിയെ എനിക്ക് ഉപയോഗിക്കാൻ തന്നതാണ് എന്ന് ഒരു കുറ്റവാളിയെ പോലെ അവൾ പറയുന്നു. അച്ഛനൊന്ന് പുഞ്ചിരിച്ചിട്ട് ഇന്ന് രാവിലെ ഞാനിത് കണ്ടിരുന്നു, എന്തായാലും നീ അത് അവന് തിരിച്ചു കൊടുത്തേക്ക് എന്ന് അച്ഛൻ പറയുന്നു. അവൾ അത് സമ്മതിക്കുന്നു. ഫോൺ വാങ്ങിച്ച സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ട് ചില റൂൾസ് കൂടി എനിക്ക് പറയാനുണ്ട്. ഒന്നാമത് ഫോൺ സ്കൂളിൽ കൊണ്ടുവരരുത്, അത് നിന്റെ പഠനത്തിലെ ശ്രദ്ധ തെറ്റിക്കും. രണ്ടാമതായി നിന്റെ അമ്മ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യം അത് നീ ഒന്നുകൂടി നന്നായി ആലോചിക്കണം, അമ്മ പറഞ്ഞതിൽ ചില പോയിന്റ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ആർട്സ് തന്നെ പഠിക്കണമെന്നാണോ അച്ഛനും പറയുന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ അമ്മയുടെ അതേ അഭിപ്രായം തന്നെയാണ് എനിക്കും, പെൺകുട്ടികൾക്ക് സയൻസ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, നീ ആ കഷ്ടപ്പാടിലൂടെ കടന്നു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ അച്ഛൻ്റെ കാര്യമോ, അച്ഛൻ എന്തിനാണ് പൊളിറ്റിക്സ് മെയിൻ എടുത്തത് എന്ന് അവൾ ചോദിക്കുന്നു. അത് ഞാൻ സയൻസിൽ അത്ര മിടുക്കനല്ലായിരുന്നു, അതുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് തന്നെ നല്ലൊരു തെളിവല്ലേ, ആൺകുട്ടികൾക്ക് സയൻസേ പറ്റുമെന്ന് പറഞ്ഞിട്ട് അച്ഛന് പറ്റിയില്ലല്ലോ, അപ്പോൾ ആ തിയറി തെറ്റല്ലേ എന്ന് അവൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നു. നിങ്ങൾ എന്നോട് സയൻസ് പഠിക്കേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടല്ല എനിക്ക് ദേഷ്യം വന്നത്, എന്നെ ചോയ്സ് തിരഞ്ഞെടുക്കാൻ എനിക്ക് അവസരം പോലും തരാത്തത് കൊണ്ടാണ് എന്ന് ഷിയാൻ പറയുന്നു. അവൾ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തീരുമാനമെടുക്കാൻ ഞങ്ങൾ അവസരം തടഞ്ഞതല്ല, നീ തെറ്റായ തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ പിന്നീട് അതിന്റെ പ്രത്യാഘാതം നേരിടാൻ നിനക്ക് കഴിയാതെ വന്നേക്കും, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചത്, നീ തീരുമാനമെടുത്തു കഴിഞ്ഞെങ്കിൽ ഞാൻ നിനക്കൊപ്പം ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. ഷിയാൻ സന്തോഷത്തോടെ അച്ഛൻ നന്ദി പറയുന്നു. പിന്നെ നിന്റെ അമ്മയോട് ഇതുപോലെ എതിർത്ത് സംസാരിക്കാൻ നിൽക്കരുത്,
പോകരുത്. അവളുടെ കടിയേക്കാൾ മോശമാണ് അവളുടെ കുര. മാത്രമല്ല അവൾ മെനോപോസിലൂടെ കടന്നു പോവുകയാണെന്ന് തോന്നുന്നു എന്ന് അച്ഛൻ രഹസ്യം പറയുന്നത് പോലെ പറയുന്നത് കേട്ട് ഷിയാൻ ചിരിക്കുന്നുണ്ട്. ഞാൻ ഇനി വഴക്കിടില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ ഇരുന്ന് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അച്ഛൻ എഴുന്നേറ്റ് പോകുന്നു. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ഷിയാൻ ബോസോങ്ങിനെ വിളിച്ച് സയൻസിലെ ജൂനിയർ സ്റ്റുഡൻസിലുള്ള കുറച്ച് സ്റ്റഡി മെറ്റീരിയൽസും എക്സസൈസും ഒക്കെ എനിക്കും തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സിൽ ടീച്ചർ എൻട്രൻസ് എക്സാമിനുള്ള കോമ്പോസിഷൻ ടോപ്പിക്ക് ബോർഡിൽ എഴുതിയിട്ട് അടുത്ത 2 പീരീഡിനുള്ളിൽ അത് എഴുതി തീർക്കാൻ പറയുന്നു. ഷിയാൻ വളരെ പെട്ടെന്ന് തന്നെ അത് എഴുതി തീർത്തിട്ട് ബോസോങ് നൽകിയ എക്സർസൈസ് ഷീറ്റ് എടുത്ത് വെച്ച് അത് നോക്കുന്നു. ഇത് സയൻസുകാരുടെ ആണല്ലോ എന്ന് സിയെ ചോദിച്ചപ്പോൾ ഇത് കണ്ടിട്ട് അത്ര വലിയ പാഠം തോന്നില്ലല്ലോ, ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ സയൻസ് ചൂസ് ചെയ്തിട്ട് നന്നായി കഷ്ടപ്പെട്ട് പഠിച്ചാൽ ചിലപ്പോൾ എനിക്ക് നിന്നേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ സാധിച്ചേക്കും എന്നവൾ പറഞ്ഞപ്പോൾ സിയെ പുഞ്ചിരിക്കുന്നുണ്ട്. ടീച്ചർ പുറകിലെത്തിയത് കണ്ട് അവൾ ഷിയാന് സൂചന കൊടുത്തപ്പോഴേക്കും ടീച്ചർ അവളുടെ കയ്യിൽ നിന്ന് ആ പേപ്പർ പിടിച്ചു വാങ്ങിച്ചിരുന്നു. നീ ക്ലാസ്സിലിരുന്ന് എന്തൊക്കെയാണെന്ന് ടീച്ചർ ചോദിച്ചപ്പോൾ ഞാൻ കോമ്പോസിഷൻ എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞവൾ ബുക്കെടുത്ത് അവർക്ക് കൊടുക്കുന്നു. അവർ തുറന്നു നോക്കിയിട്ട് ഉച്ചക്കാലത്തെ സെൽഫ് സ്റ്റഡീസ് സെഷന് മുമ്പ് സ്റ്റാഫ് റൂമിൽ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞ് ബുക്കും ആ പേപ്പറും എല്ലാം എടുത്തുകൊണ്ട് അവരെ അവിടെ നിന്ന് പോകുന്നു. ടീച്ചർ പറഞ്ഞതനുസരിച്ച് അവൾ സ്റ്റാഫ് റൂമിൽ ചെല്ലുന്നുണ്ട്. അവളുടെ കോമ്പോസിഷൻ ബുക്ക് എടുത്തു നോക്കിക്കൊണ്ട് നിന്റെ കോമ്പോസിഷൻ വളരെ നന്നായിട്ടുണ്ട്, നിനക്ക് എഴുതാൻ നല്ല കഴിവുണ്ടല്ലോ, പക്ഷേ നീ സയൻസ് ആണോ എടുക്കാൻ പോകുന്നത് എന്ന് ടീച്ചർ ചോദിക്കുന്നു. അതെന്ന് ഷിയാൻ തലകുലിക്കപ്പോൾ അവർ സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന ആൻറ്റി ലീവിനോട് നിങ്ങളുടെ ക്ലാസ്സിലെ പെൺകുട്ടികൾക്കെല്ലാം ഇതെന്തു പറ്റി, സയൻസ് ആണ് എടുക്കാൻ പോകുന്നതെന്ന് ഷാദി ഇന്നലെ പറയുന്നത് കേട്ടു, ഇപ്പോൾ ഷിയാനും അത് തന്നെ പറയുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ ആൻജലിയോ എഴുന്നേറ്റിട്ട് സയൻസിലുള്ള ഫോം സബ്മിറ്റ് ചെയ്തോ എന്ന് ഷിയാനോട് ചോദിക്കുന്നു. ഇല്ല എന്നവൾ പറഞ്ഞപ്പോൾ എങ്കിലും ഒന്നുകൂടി നല്ലതുപോലെ ആലോചിച്ചിട്ട് സയൻസ് എടുത്താൽ മതി എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് എനിക്കും മാത്സ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വെൻ ആൻജലിയുടെ അടുത്തേക്ക് വന്നത്. ക്ലാസ് ഡിവിഷനുള്ള ടെസ്റ്റ് എടുത്ത് വരികയല്ലേ, അതും ഇതുമെല്ലാം കൂടി നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ, നിനക്ക് മിക്കവാറും എല്ലാ സബ്ജക്റ്റിലും നല്ല മാർക്കുണ്ടല്ലോ, കോളേജിൽ അഡ്മിഷൻ കിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് ആൻജലിയോ പറഞ്ഞപ്പോൾ സിഐക്ക് പങ്കെടുക്കാമെങ്കിൽ പിന്നെ എനിക്ക് പങ്കെടുക്കാൻ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചവൻ വയലന്റ് ആയപ്പോൾ ആഞ്ജലി ഒരു എക്സർസൈസ് പേപ്പർ എടുത്ത് അവന് കൊടുത്തിട്ട് നീ ഇന്ന് തന്നെ ഇത് വർക്കൗട്ട് ചെയ്തിട്ട് നാളെ എന്നെ കൊണ്ടുവന്ന് കാണിക്കുക എന്നിട്ട് നോക്കാമെന്ന് പറയുന്നു. സിയയുടെ പേര് കേട്ടതുകൊണ്ടും ടീച്ചർ അവളോട് പറയുന്നത് പോലെ ശ്രദ്ധിക്കാതെ ഷിയാൻ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ച് ടീച്ചർ വഴക്ക് പറഞ്ഞപ്പോൾ ഞാനെല്ലാം കേട്ടു, ഞാനൊന്നുകൂടി ആലോചിക്കാമെന്ന് അവൾ പറയുന്നു. ടീച്ചർ അവളുടെ ബുക്കും പേപ്പറും എല്ലാം തിരിച്ചു കൊടുത്തിട്ട് എൻ്റെ ക്ലാസ്സിലിരുന്ന് ഇനി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വാണിംഗ് കൊടുത്തിട്ട് വിടുന്നു. അവൾ ക്ലാസ്സിൽ തിരിച്ചെത്തിയപ്പോൾ ടീച്ചർ ഒരുപാട് വഴക്ക് പറഞ്ഞെന്ന് സിയെ ചോദിക്കുന്നുണ്ട്. അധികമൊന്നും പറഞ്ഞില്ല, പക്ഷേ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്, പെൺകുട്ടികൾ ആർട്സ് പഠിക്കുന്നതാണ് നല്ലതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നവൾ ചോദിക്കുന്നു. ആർട്സിന് പെൺകുട്ടികളുമായി അങ്ങനെ പ്രത്യേകിച്ച് കണക്ഷനൊന്നും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല എന്നവൻ പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പക്ഷേ എൻ്റെ പേരൻസും നമ്മുടെ ചൈനീസ് ടീച്ചറും എല്ലാം അങ്ങനെ പറഞ്ഞ് എന്നെ ആർട്സ് എടുക്കാൻ നിർബന്ധിക്കുകയാണെന്ന് അവൾ പറയുന്നു. ഇക്കാര്യത്തിൽ മറ്റുള്ളവരുടെ അഭിപ്രായത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, നിനക്ക് ആർട്സ് ആണോ സയൻസ് ആണോ പഠിക്കാൻ താല്പര്യമെന്ന് നോക്കി വേണം തിരഞ്ഞെടുക്കാൻ, നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവൻ പറയുന്നു. ഞാൻ ആർട്സാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും നീ എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നവൾ ചോദിച്ചപ്പോൾ ചെയ്യും എന്നവൻ ഉറപ്പ് കൊടുക്കുന്നു. ഷിയാൻ അത് കേട്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിലും എല്ലാം കൂടി ആകെ ടെൻഷൻ തോന്നിനാൽ ഞാൻ കുറച്ചൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഡെസ്കിലേക്ക് തലവെച്ച് കണ്ണുമടച്ച് കിടക്കുന്നു. സിയെ പതുക്കെ അവളുടെ ഒരു ബുക്ക് എടുത്ത് നോട്ട്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷിയാൻ അല്പം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്ന് സിയെ നോക്കി കിടക്കുന്നു. ആ സമയത്താണ് വെൻ ക്ലാസ്സിലേക്ക് കയറി വന്നത്. ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം കൂടി വലിയ ശബ്ദത്തോടെ വെന്നിൻ്റെ ഡെസ്കിനടുത്തേക്ക് വെച്ചിട്ട് ഇന്ന് നമ്മുടെ ക്ലീനിങ് ഡ്യൂട്ടി ആയിട്ട് എന്നെക്കൊണ്ട് തനിച്ച് പുറത്തെ ക്ലീനിങ് എല്ലാം ചെയ്യിപ്പിക്കാൻ നിനക്ക് നാണമാകുന്നില്ല എന്ന് ചോദിച്ച് വെന്നോട് ദേഷ്യപ്പെടുന്നു. തന്നെ ചെയ്യാൻ നിന്നെ ആരും നിർബന്ധിച്ചില്ലല്ലോ, നിനക്ക് വയ്യെങ്കിൽ ചെയ്യണ്ട, എനിക്കെന്തായാലും തീരെ സമയമില്ല, എനിക്ക് മാത്സ് കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യണം, ഞാനതിൻ്റെ തിരക്കിലാണ് എന്ന് വെൻ പറഞ്ഞപ്പോൾ സിയെയും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നില്ലല്ലോ. പക്ഷേ അവൻ ഒരു കാര്യത്തിലും ഇങ്ങനെ എക്സ്ക്യൂസ് പറയാറില്ല. വെറുതെ അല്ല ടീച്ചർ ലീവിനെ സിയെയോട് ഇത്ര ഇഷ്ടം എന്ന് പറഞ്ഞ് വെന്നെ ചുണ്ടുപിടിപ്പിക്കുന്നു. നിനക്ക് സിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞ് വെന്നെ കളിയാക്കിയിട്ട് ടീച്ചർ ലീവിന് സിയെയോട് സ്വന്തം മകനെ പോലെ ഇഷ്ടം കാണുമായിരിക്കും. ചിലപ്പോൾ അവനെ ഏതെങ്കിലും നല്ല കോളേജിലേക്ക് റെക്കമെൻഡ് ചെയ്തൊന്നും വരാം. എനിക്ക് അവനെ എതിർക്കാനുള്ള കഴിവൊന്നുമില്ല എന്ന് പരിഹസിച്ച് പറഞ്ഞിട്ട് വെൻ വീണ്ടും എഴുതാൻ തുടങ്ങുന്നു. വൻ ദേഷ്യം തീർക്കാൻ അവൻ്റെ പേനയും തട്ടിപ്പറിച്ച് അവിടെ നിന്ന് പോകുന്നു. സിയെ അവൻ്റെ ആരോപണം കേട്ട് ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. ക്ലാസ്സിൽ മറ്റുള്ളവരും എന്ത് പറയണമെന്നറിയാതെ ഇരിക്കുകയാണ്. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഷിയാൻ വെന്നിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.